ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 10th ചാപ്റ്ററായ ദശമഹകഃ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. കോഷ്ടകാത് സമചീനം ഉത്തരം ചിത്വാ ലിഖന്തു. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ ചില വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഉചിതമായതെന്തോ അത് ഉത്തരമായി എഴുതുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കതി ബാലകാഹ സ്നാതും ഗതാഹ. എത്ര ആൺകുട്ടികളാണ് കുളിക്കാനായി പോയത്? 10 പേരാണല്ലേ. അപ്പം നമ്മൾ എന്തെഴുതും? ദശ. കഥമഃ ബാലകഃ നദ്യാം മഗ്നഃ ഇതി നിശ്ചയം അകുർവൻ. എത്രാമത്തെ ആൺകുട്ടിയാണ് നദിയിൽ മുങ്ങിയെന്ന് ഉറപ്പാക്കിയത്? 10ാമത്തെ. ദശമഃ. ദശമഃ കഃ ആസീത്. 10ാമൻ ആരായിരുന്നു? ലീഡർ, നായകഃ. ക സമ്യക് രൂപേണ ബാലകാൻ ഗണിത്വാൻ. ആരാണ് നല്ല രീതിയിൽ ആൺകുട്ടികളെ എണ്ണിയത്? യാത്രക്കാരൻ, പഥികഃ. ബാലകാഃ കാം തീർത്വാ പാരം ഗതാഃ. ആൺകുട്ടികൾ എന്തിലൂടെ നീന്തിയിട്ടാണ് അപ്പുറം കടന്നത്? നദി. എന്തെഴുതും? നദീം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാഠസ്യ ആധാരേണ ഏകവാക്യേന പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത് 1 സെൻറ്റൻസിൽ ചോദ്യങ്ങൾക്കുത്തരം എഴുതുക. ദശബാലകാഹ കിമർത്ഥം നദീം അഗച്ഛൻ. 10 ആൺകുട്ടികൾ എന്തിനായിട്ടാണ് നദിയിൽ പോയത്? ദശബാലകാഹ സ്നാനായ നദീം അഗച്ഛൻ. 10 ആൺകുട്ടികൾ കുളിക്കാനായിട്ടാണ് നദിയിൽ പോയത്. നായകഃ കിം അപൃച്ഛത്. ലീഡർ എന്താണ് ചോദിച്ചത്? നായകഃ ബാലകാൻ അപൃച്ഛത്. ലീഡർ കുട്ടികളോട് ചോദിച്ചത് അപി സർവേ ബാലകാഹ നദീം ഉത്തീർണാഹ. എല്ലാ ആൺകുട്ടികളും നദി കടന്നോ? ബാലകാഹ സ്നാനായ കുത്ര ഗച്ഛൻ. ആൺകുട്ടികൾ കുളിക്കാനായിട്ട് എവിടെയാണ് പോയത്? ബാലകാഹ സ്നാനായ നദീം അഗച്ഛൻ. ആൺകുട്ടികൾ കുളിക്കാനായിട്ട് നദിയിലാണ് പോയത്. ബാലകാഹ കിം നിശ്ചയം അകുർവൻ. ആൺകുട്ടികൾ എന്താണ് ഉറപ്പാക്കിയത്? ബാലകാഹ നിശ്ചയം അകുർവൻ യത് ഏകഃ ബാലകഃ, അതായത് ദശമഃ, നദ്യാം മഗ്നഃ അസ്തി. ആൺകുട്ടികൾ ഉറപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരാൺകുട്ടി, അതായത് 10ാമൻ നദിയിൽ മുങ്ങി എന്നാണ്. ബാലകാഹ കഥം ഗൃഹം അഗച്ഛൻ. ആൺകുട്ടികൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോയത്? ബാലകാഹ ആനന്ദേന ഗൃഹം അഗച്ഛൻ. ആൺകുട്ടികൾ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് പോയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പട്ടികാതഃ ഉചിതം വിശേഷണപദം യോജയിത്വാ വാക്യാനി രചയന്തു. ബോക്സിനകത്ത് തന്നിരിക്കുന്ന ഉചിതമായ വിശേഷണപദം ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഹാൻഡിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഒന്നിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്കുഷ്ടഃ, അതായത് തമ്പ്. തർജനി എന്നാൽ ഇൻഡെക്സ് ഫിംഗർ, മധ്യമ മിഡൽ ഫിംഗർ, അനാമിക റിംഗ് ഫിംഗർ, കനിഷ്ഠിക ലിറ്റിൽ ഫിംഗർ അല്ലെങ്കിൽ പിങ്കി ഫിംഗർ എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. കരേ ഡാഷ് അങ്കുലിഹി ഭവതി തർജനി. കയ്യിൽ, അതായത് ഹാൻഡിൽ ഡാഷ് ഫിംഗറാണ് തർജനി, അതായത് ഇൻഡെക്സ് ഫിംഗർ. എത്രാമത്തെയാണ്? 2ാമത്തെ. നമ്മൾ എന്തെഴുതും? ദ്വിതീയ. അനാമിക ഡാഷ് അങ്കുലിഹി ഭവതി. അനാമിക, അതായത് റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് എത്രാമത്തെ ഫിംഗറാണ്? 4ാമത്തെ ഫിംഗറാണ്. അപ്പോൾ എന്തെഴുതും? ചതുർത്ഥി. അടുത്തത് കരേ ഡാഷ് അങ്കുലിഹി ഭവതി അങ്കുഷ്ടഃ. കയ്യിൽ ഡാഷ് ഫിംഗറാണ് അങ്കുഷ്ടഃ എന്ന് പറയുന്നത്, അതായത് തമ്പ് എന്ന് പറയുന്നത്. എത്രാമത്തെയാണ്? 1ാമത്തെ. അപ്പം എന്തെഴുതും? പ്രഥമ. കനിഷ്ഠിക ഡാഷ് അങ്കുലിഹി ഭവതി. കനിഷ്ഠിക ഡാഷ് ഫിംഗറാണ്. എത്രാമത്തെ ഫിംഗറാണ്? 5ാമത്തെ ഫിംഗർ. അപ്പം എന്തെഴുതും?
പഞ്ചമി. കരേ ഡാഷ് അങ്കുലിഹി ഭവതി മധ്യമ. കയ്യിൽ ഡാഷ് ഫിംഗർ ആണ് മധ്യമ, അതായത് മിഡൽ ഫിംഗർ. എത്രാമത്തേത്? 3. അപ്പം എന്തെഴുതും? തൃതീയ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പട്ടികാം ദൃഷ്ട്വാ പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. ബോക്സിനകത്ത് തന്നിരിക്കുന്നത് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ബോക്സ് ആദ്യമേ നമുക്ക് നോക്കാം. സപ്താഹ വീക്കാണ് കൊടുത്തിരിക്കുന്നത്. പ്രഥമ ദിവസ രവിവാസര. ആദ്യത്തെ ദിവസം സൺഡേ. ദ്വിതീയ ദിവസ സോമവാസര. രണ്ടാമത്തെ ദിവസം മൺഡേ. തൃതീയ ദിവസ മംഗളവാസര. മൂന്നാമത്തെ ദിവസം ട്യൂസ്ഡേ. ചതുർത്ഥ ദിവസ ബുധവാസര. നാലാമത്തെ ദിവസം വെനസ്ഡേ. പഞ്ചമ ദിവസ ഗുരുവാസര. അഞ്ചാമത്തെ ദിവസം തേഴ്സ്ഡേ. ഷഷ്ട ദിവസ ശുക്രവാസര. ആറാമത്തെ ദിവസം ഫ്രൈഡേ. സപ്തമ ദിവസ ശനിവാസര. ഏഴാമത്തെ ദിവസം സാറ്റർഡേ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. സപ്താഹസ്യ പ്രഥമ ദിവസ കഹ. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം എന്താണ്? സൺഡേ. നമ്മൾ എന്തെഴുതും? രവിവാസര. സപ്താഹസ്യ കതമ ദിവസ രവിവാസര അസ്തി. ആഴ്ചയുടെ എത്രാമത്തെ ദിവസമാണ്? സൺഡേ. ഒന്നാമത്തെ ദിവസം നമ്മൾ എന്തെഴുതും? പ്രഥമ ദിവസ. സപ്താഹസ്യ ഷഷ്ട ദിവസ കഹ. ആഴ്ചയുടെ ആറാമത്തെ ദിവസം എന്താണ്? ഫ്രൈഡേ. ശുക്രവാസര. സപ്താഹസ്യ കതമ ദിവസ ശനിവാസര അസ്തി. ആഴ്ചയിൽ എത്രാമത്തെ ദിവസമാണ്? സാറ്റർഡേ. ആഴ്ചയുടെ എത്രാമത്തെ ദിവസം സാറ്റർഡേ? അതെ, ഏഴാമത്തെ ദിവസം. അപ്പം നമ്മൾ എന്തെഴുതും? സപ്തമ ദിവസ. സപ്താഹസ്യ അന്തിമ ദിവസ കഹ അസ്തി. ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്താണ്? സാറ്റർഡേ. നമ്മൾ എന്തെഴുതും? ശനിവാസര. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ടികാം ദൃഷ്ട്വാ പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. പൂന്തോട്ടം കണ്ട് ചോദ്യങ്ങൾക്കുത്തരം എഴുതുക. ഭാരതീയ ദ്വാദശ മാസാഹ. ഇന്ത്യയിൽ 12 മാസത്തെ എങ്ങനെയാണ് വിളിക്കുക എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സംസ്കൃതത്തിൽ എങ്ങനെ വിളിക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ചൈത്ര, വൈശാഖ, ജ്യേഷ്ഠ, ആഷാഢ, ശ്രാവണ, ഭാദ്രപദ, ആശ്വിന, കാർത്തിക, മാർഗശീർഷ, പൗഷ, മാഘ, ഫാൽഗുണ. ഇംഗ്ലീഷ് ഇതിന് പറയുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മാസേഷു പഞ്ചമഃ മാസഃ കഃ. മാസങ്ങളിൽ അഞ്ചാമത്തെ മാസം എന്താണ്? ഏതാണ്? ശ്രാവണഃ. മാർഗശീർഷഃ കതമഃ മാസഃ അസ്തി. മാർഗശീർഷ എത്രാമത്തെ മാസമാണ്? 9ാമത്തെ മാസം. നവമഃ മാസഃ. മാസേഷു ദശമഃ മാസഃ കഃ. മാസങ്ങളിൽ 10ാമത്തെ മാസം ഏതാണ്? എന്താണ്? പൗഷഃ. അടുത്ത നോക്കാം. കാർത്തികഃ കതമഃ മാസഃ അസ്തി. കാർത്തിക എത്രാമത്തെ മാസമാണ്? 8മഃ മാസഃ. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, 8ാമത്തെ മാസം. മാസേഷു അന്തിമഃ മാസഃ കഃ. മാസങ്ങളിൽ അവസാനത്തെ മാസം ഏതാണ്? എന്താണ്? അതെ, ഫാൽഗുണഃ. അടുത്ത ചോദ്യം നോക്കാം. മഞ്ജുഷാം പശ്യന്തു ഉത്തരം ലിഖന്തു. ബോക്സ് നോക്കുക, ഉത്തരം എഴുതുക. ആംഗ്ലമാസഃ. ഇംഗ്ലീഷിലാണ് മാസങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജനുവരി മാസഃ, ഫെബ്രുവരി മാസഃ, മാർച്ച് മാസഃ, അപ്രിൽ മാസഃ, മെയ് മാസഃ, ജൂൺ മാസഃ, ജൂലൈ മാസഃ, അഗസ്റ്റ് മാസഃ, സിതംബർ മാസഃ, അക്ടോബർ മാസഃ, നവംബർ മാസഃ, ഡിസംബർ മാസഃ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആംഗ്ലമാസേഷു ദശമഃ മാസഃ ഡാഷ്. ഇംഗ്ലീഷ് മാസത്തിൽ 10ാമത്തെ മാസമാണ് എന്ത്?
अक्टूबर मासः അതവിടെ എഴുതണം. ഫെബ്രുവരി മാസः ഡാഷ് മാസः अस्ति. ഫെബ്രുവരി മാസം ഡാഷ് മാസമാണ്. എത്രാമത്തെ മാസമാണ്? രണ്ടാമത്തെ. അപ്പം എന്തെഴുതും? ദ്വിതീയഃ. ആംഗ്ലമാസേഷു അഷ്ടമഃ മാസः ഡാഷ്. ഇംഗ്ലീഷ് മാസത്തിൽ എട്ടാമത്തെ മാസമാണ് അഗസ്റ്റ് മാസം, ഓഗസ്റ്റ് മാസം. അപ്പം നമ്മൾ എന്തെഴുതും? അഗസ്റ്റ് മാസः. സിതംബർ മാസः ഡാഷ് മാസः अस्ति. സെപ്റ്റംബർ മാസം ഡാഷ് മാസമാണ്. 9 മാസമാണ് അല്ലേ? 9. എന്തെഴുതും? നവമഃ. ആംഗ്ലമാസേഷു അന്തിമഃ മാസः ഡാഷ്. ഇംഗ്ലീഷ് മാസത്തിൽ അവസാനത്തെ മാസമാണ് അതെ ഡിസംബർ മാസം. അപ്പം നമ്മൾ എന്തെഴുതും? ഡിസംബർ മാസः. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിതേ ഗദ്യാംശേ അംഗാനാം സ്ഥാനെ സംഖ്യാവാചക ശബ്ദാൻ ലിഖന്തു. താഴെ തന്നിരിക്കുന്ന പാസേജിൽ നമ്പേഴ്സിന് പകരം സംഖ്യാവാചക ശബ്ദം എഴുതുക. അതായത് നമ്പർ വേർഡ്സിൽ എഴുതുക. ഓക്കെ. ഡാഷ് പാഠശാല അസ്തി. ഒന്നാണ് കൊടുത്തേക്കുന്നത്. ഏകാ പാഠശാല അസ്തി. ഒരു സ്കൂളുണ്ട്. തത്ര അവിടെ ഡാഷ് അധ്യാപകാः സന്തി. 3 അധ്യാപകരുണ്ട്. അപ്പം എന്തെഴുതും? ത്രയഃ. സാഹിത്യകക്ഷായാം ഡാഷ് ഛാത്രാः സന്തി. ഹിസ്റ്ററി ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. 20 വിദ്യാർത്ഥികളുണ്ട്. അപ്പം വിംശതിഃ. ഏകസ്മിൻ ദിനെ ഒരു ദിവസം ഡാഷ് നിരീക്ഷകः ആഗത്വാൻ. ഒരു നിരീക്ഷകൻ വന്നു. ഏകഃ. തസ്മിൻ ദിനെ ആ ദിവസം സാഹിത്യകക്ഷായാം ഹിസ്റ്ററി ക്ലാസ്സിൽ ഡാഷ് ഛാത്രാः ഉപസ്ഥിതാः. 15 കുട്ടികളായിരുന്നു പ്രസൻ്റ് ആയിരുന്നത്. 15 എന്നത് 15. ഡാഷ് അനുപസ്ഥിതാः. 5 പേര് ആബ്സെൻ്റ് ആയിരുന്നു. അപ്പം 5. നിരീക്ഷകः ഡാഷ് ശബ്ദാൻ ലേഖിതും ഉക്ത്വാൻ. നിരീക്ഷകൻ അതായത് ഇൻസ്പെക്ഷന് വന്ന ആൾ 10 വേർഡ്സ് എഴുതാനായി പറഞ്ഞു. അപ്പം 10 എന്ന് പറയുന്നത് 10. ഡാഷ് ഛാത്രാവ് ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവന്തൗ. 2 കുട്ടികൾ 7 വേർഡ്സ് നന്നായി എഴുതി. ദ്വേ ഛാത്രാവ് സപ്ത ശബ്ദാൻ സമ്യക് ലിഖിതവന്തൗ. ഡാഷ് ഛാത്രഃ സർവാനപി ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിത്വാൻ. ഒരു കുട്ടി മാത്രം 10 വേർഡ്സും നന്നായി എഴുതി. ഏകഃ ഛാത്രഃ സർവാനപി 10 ശബ്ദാൻ സമ്യക് ലിഖിത്വാൻ. അവശിഷ്ടാः ഡാഷ് ഛാത്രാः ഡാഷ് ശബ്ദാൻ സമ്യക് ലിഖിതവന്തः. ബാക്കിയുള്ള 12 കുട്ടികൾ 9 വേർഡ്സ് വീതം നന്നായി എഴുതി. അവശിഷ്ടാः 12 ഛാത്രാः 9 ശബ്ദാൻ സമ്യക് ലിഖിതവന്തः. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. അത് ഞാൻ ക്ലിയർ ആക്കി തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.